ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ വേറെയാണല്ലേ. ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലാണിട്ടുള്ളത്. അപ്പോൾ ഇന്ന് വീട്ടിലെ കുറച്ച് വിശേഷങ്ങളായിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇവിടെ ചെറിയൊരു സൽക്കാരം നടക്കുന്നുണ്ട്. അപ്പോൾ അമ്പട്ടിയും ഏട്ടനൊന്നും എണീറ്റിട്ടില്ല, അമ്മയ്ക്ക് അടുക്കളയിലുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടെ ബെൽ ബട്ടനും കൂടെ എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോവാം. എണീറ്റ് വന്നപ്പോഴേ നല്ല വെയിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. കാരണം സമയം 9 മണിയായിട്ടുണ്ട്. അപ്പം നമുക്കിത് ഇവിടെ ഫ്രഷ് ഫുഡിൻ്റെ കുറച്ചല്ല ഫ്രഷ് ഫുഡിൻ്റെ അത്യാവശ്യം വള്ളിയൊക്കെ പടർന്നിട്ടുണ്ട്. ഇതേ കണ്ടോ, അവിടെയൊക്കെ കായൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതേ ഒരു ഫ്രഷ് ഫുഡ് ഇതേ ചാടി കിടക്കുന്നുണ്ട്. ഫ്രഷ് ആയിട്ടുള്ള ഫ്രഷ് ഫുഡ്. ഞാൻ എൻ്റെ വീട് കാണാത്തവർക്ക് ഞാൻ എൻ്റെ വീട് കാണിച്ചു തരാം. ഇതാണ് കേട്ടോ എൻ്റെ വീട്. നമ്മുടെ പഴയ വീഡിയോസിലൊക്കെ വേറെ ഇതായിരിക്കും. ഇപ്പോൾ വീട് കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇതാണ് എൻ്റെ വീട്. അപ്പോൾ നമുക്ക് അടുക്കളയിൽ കുറച്ച് പരിപാടികളുണ്ട്. നമുക്ക് നേരെ അടുക്കളയിലേക്ക് പോകാം. അമ്മ കുളിക്കാൻ പോയതാണ്. അപ്പോൾ എന്നെ പുട്ടിൻ്റെ പണി ഏൽപ്പിച്ച് പോയിട്ടുണ്ട്. വന്നു കഴിയുമ്പോഴും അതുപോലെ കിടന്നാൽ നിൽക്കില്ല. അതെല്ലാം ചോദിച്ചത് ചൂടേ ആറാത്ത പാത്രമില്ലാന്ന്. പൊടിയും ഈ ഒരു വീഡിയോ നമ്മൾ കുറച്ചായിട്ട് എടുത്തിട്ട് ഞാൻ 2 വട്ടം യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തപ്പോഴും ഇത് കോപ്പിറൈറ്റ് ഇഷ്യൂ വന്നിട്ട് ഡിലീറ്റ് ആയി പോകായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നുകൂടെ എഡിറ്റ് ചെയ്ത് സെറ്റ് ചെയ്തിട്ടാണ് വെക്കുന്നത്. ഇനിയിപ്പോൾ അമ്പുട്ടി അവിടെ ചാടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിക്കർ മാത്രം ഇട്ടിട്ടാണ് ഇരിക്കുന്നത്, അതുകൊണ്ടാണെന്ന് തോന്നുന്നത് കേട്ടോ. പിന്നെ ഞാനിത് ഇവിടെ പണിയും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ എൻ്റെ മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത് ക്ലീനിങ് ആണ് കേട്ടോ. അമ്മയും ചേച്ചിയും കുക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്ക് ക്ലീനിങ് മാത്രം നോക്കിയാൽ മതി. പിന്നെ ചേച്ചിയും കുട്ടികളും ഏട്ടനൊക്കെ രാവിലെയാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അതൊന്നും ഞാൻ പിന്നെ വീഡിയോയും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. ഏട്ടൻ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. ഏട്ടൻ ഒറ്റയ്ക്ക് ഇരുന്ന് അവിടെ ചായ കുടിക്കുകയാണ് കേട്ടോ. ഞങ്ങളുടെ ചായ കുടിയും കാര്യങ്ങളൊക്കെ നേരത്തെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളിത് അടുക്കളയിലേക്ക് കയറി. എൻ്റെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോസുകൾ ഉണ്ടാക്കലാണ് കേട്ടോ. നമ്മൾ മന്തിയും അതുപോലെ തന്നെ നെയ്ച്ചോറും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് 2-3 വിധം സോസുകളാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അമ്മ അതേ പുറത്ത് അടുപ്പ് വെച്ചിട്ടാണ് കേട്ടോ റൈസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത്. ചേച്ചീൻ്റെ വീട്ടിൽ നിന്ന് അവർ വരുന്നുണ്ട്. പിന്നെ അമ്മമ്മ, അച്ചച്ച, പിന്നെ ഞങ്ങൾ, അങ്ങനെയാണ് കേട്ടോ. അത്ര പേര് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ അങ്ങനെ കൂടുതൽ വീഡിയോസൊന്നും എടുത്തിട്ടില്ല. കാരണം എല്ലാവർക്കും വീഡിയോയിൽ വരാൻ താല്പര്യമില്ലല്ലോ. അപ്പോൾ പ്രൈവസി മാനിച്ച് ഞാൻ അങ്ങനെ വീഡിയോസൊന്നും എടുത്തിട്ടില്ല. ഇതാണ് കേട്ടോ നമ്മുടെ ഫുഡ് ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്തി, നെയ്ച്ചോറ്, പിന്നെ 2-3 വിധം സോസുകൾ, ചിക്കൻ പൊരിച്ചത്, അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. ഞാനങ്ങനെ പറഞ്ഞല്ലോ എല്ലാ വീഡിയോസും ഒന്നും ഞാൻ എടുത്തിട്ടില്ല. ഞങ്ങൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഞങ്ങൾക്ക് നേരെ തറവാട്ടിലേക്ക് പോകണം. അച്ചച്ചനും അച്ചമ്മയുണ്ട്, അവർക്ക് ഫുഡ് കൊണ്ട് കൊടുക്കണം. അച്ചച്ചന് വയ്യാണ്ടിരിക്കല്ലേ, അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പോയിട്ട് വരണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫുഡ് അടി അല്ലെങ്കിൽ ഫുഡിൻ്റെ വിശേഷങ്ങൾ കേട്ടോ.
ഞങ്ങളങ്ങനെ ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നേരെ തറവാട്ടിലേക്ക് പോകാൻ കേട്ടോ. അച്ചച്ചി അമ്മമ്മയും ചേച്ചി ഏട്ടനും കുട്ടികളും എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ കുറച്ച് പേര് നടന്ന് കുറച്ച് പേര് ഒരു വണ്ടി കാര്യമായിട്ട് അങ്ങനെയൊക്കെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ കുട്ടികളൊക്കെ ഓൾറെഡി തറവാട്ടിൽ എത്തിയിട്ടുണ്ട്. അവർ ഫ്രണ്ടിൽ നടന്നു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചേച്ചീൻ്റെ കുട്ടിയുടെ തെച്ചിപ്പൂവിൻ്റെ തേന് കുടിക്കുകയാണ്. അപ്പോൾ ചേമ്പും പൂവ് എന്നാണ് കേട്ടോ പറയുന്നത്. പിന്നെ നമ്മുടെ അമ്പുട്ടിയും കുട്ടശ്ശൻ്റെ കുട്ടി അനിയനും എല്ലാവരും ഇരിക്കുന്നുണ്ട്. എൻ്റെ തറവാട് നേരെ ഒരു പാടത്തിൻ്റെ വക്കത്താണ് കേട്ടോ. പിന്നെ അച്ചമ്മേൻ്റെ മാസ്റ്റർ ഡയലോഗ് ഉണ്ടായിരിക്കും. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ വീഡിയോ എടുത്തപ്പോൾ അത്തോട്ടെങ്കിൽ അവൾ ഫോട്ടോ എടുക്കലെന്ന് പറയും. അപ്പോൾ അതായിരുന്നു എൻ്റെ തറവാട്. പിന്നെ തറവാടിൻ്റെ ഇപ്പുറത്ത് വലിയച്ഛൻ്റെ വീടുണ്ട് കേട്ടോ. അവിടെ ആടും കുട്ടികളുണ്ട്. അപ്പോൾ ഇവർ മാവിൻ്റെ ഇലയാണ് കേട്ടോ ആടിന് തിന്നാൻ കൊടുക്കണേ. അപ്പോൾ ഏട്ടന് പ്ലാവിൻ്റെ ഇല പറിച്ചിട്ട് കൊടുക്കുകയാണ്. പക്ഷേ അമ്പുട്ടിക്ക് പേടിയാണ് കേട്ടോ. ചേച്ചിൻ്റെ കുട്ടിക്ക് പേടിയൊന്നുമില്ല. പിന്നെ ഞങ്ങളിതേ അച്ചച്ചനോട് പോവാണ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെന്തായാലും എല്ലാവരും വീട്ടിലേക്ക് പോരുകയാണ്. അപ്പോൾ അച്ചച്ചനോട് പോവാണെന്നൊക്കെ പറഞ്ഞിട്ട് പോരുകയാണ് കേട്ടോ. അപ്പം അച്ചമ്മ ചേച്ചിക്ക് തേങ്ങയും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ അച്ചച്ചൻ. ഞങ്ങൾ താട്ടൻ എന്നാണ് വിളിക്കാറുള്ളത്. അപ്പോൾ ചേച്ചീൻ്റെ കുട്ടികളോട് പോവാണെന്ന് പറയുക എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ നേരെ പിന്നെ വീട്ടിലേക്ക് പോരുകയാണ്. അമ്മ സച്ചുനെ പിടിക്കാൻ നിക്ക കൈയോണ്ട് കിട്ടൂല. നമ്മുടെ വീട്ടിൽ രാവിലെ പറഞ്ഞില്ലേ ഞാൻ ഫ്രഷ് ഫുഡ് ഉണ്ട് എന്നുള്ളത്. അമ്മമ്മയ്ക്കൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അനിയന് ഈ ഒരു പ്ലാവിൻ്റെ മരത്തിൽ കയറിയിട്ട് ഫ്രഷ് ഫുഡ് പറിക്കാണ് കേട്ടോ. അപ്പോൾ ഏട്ടന് 2 എണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അങ്ങനെ അവിടെ നിന്ന് അതേ പോരാണ് കേട്ടോ. അമ്മമ്മയും അച്ചച്ചി നമ്മളെ കൂടെ ഉണ്ട്. അവരെ മേലാച്ചൂര് ഇറക്കി. പിന്നെ നമ്മൾ പാലത്തിൻ്റെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് അങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് പോവാണ്. പിന്നെ പോകുമ്പോൾ നമ്മൾ അമ്പുട്ടിക്ക് ഒരു നെയിം സ്ലിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതും വാങ്ങിച്ചു. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഞാൻ നമ്പർ കൊടുക്കാം.